ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം യോ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വ അന്യാഞ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഓം വിഷ്ണുസഹസ്രനാമധ്യാനം. അഥ ധ്യാനം. ക്ഷീരോദന്വത്പ്രദേശേ ശുചിമണിവിലസത്സൈകതേ മൗക്തികാനാം മാലാക്ലിപ്താസനസ്തസ്ഫടികമണിനിഭൈർമൗക്തികൈർമണ്ഡിതാംഗ ശുഭ്രൈരഭ്രൈരദഭ്രൈരുപരി വിരചിതൈർമുക്തപീയൂഷവർഷൈः ആനന്ദീന പുനീയാദരിനളിനഗദാ ശംഖപാണിർമുകുന്ദ. ക്ഷീരസാഗരതീരെ രത്നങ്ങൾ പ്രോജ്വലിക്കും സ്നിഗ്ധം വെൺമണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ. ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞു അമൃതമഴ നിൽക്കുന്നു ശംഖചക്രഗദാ പങ്കജധാരിയായി ആനന്ദമുക്തി സ്വരൂപൻ ശ്രീമുകുന്ദൻ. ഭൂപാദൗ യസ്യ നാഭിർവ്യദസുരനിലശ്ചന്ദ്രസൂര്യൗ ച നേത്രേ കർണാവാശാശിരോദൗർമുഖമഭിദഹനോ യസ്യ വാസ്തേയമബ്ധിഃ അന്തസ്തം യസ്യ വിശ്വം സുരനരഖഗോ ഭോഗി ഗന്ധർവദൈത്യൈः ചിത്രം രമ്യത്തെ തം ത്രിഭുവനവപുഷം വിഷ്ണുമീശം നമാമി. ഭഗവൻ നിൻ പാദങ്ങൾ ഭൂമി, ആകാശം നിന്റെ നാഭി, ശ്വാസമോ വായുവത്രേ, ശിരസ്സോ ദേവലോകം. ചന്ദ്രാർക്കദ്വന്ദ്ങ്ങൾ കൺകൾ, ദിക്കുകൾ കർണങ്ങളും, അഗ്നി നിൻ വദനമാകുന്നു, ഉദരം സമുദ്രവും. നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീലയെന്ന പോൽ. ദേവമാനുഷ ഖഗോരക പശുഗന്ധർവ ദൈത്യാദികൾക്കും വിളയാടാനുയിരുമിടവും കനിഞ്ഞേകിയോനെ കൈതൊഴാം. ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേ ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗജവദനമചിന്യം തീഷ്ണദംഷ്ട്രം ത്രിനേത്രം ബൃഹദുദരമശേഷം ഭൂതിരാജം പുരാണം അമരവരസുപൂജ്യം രക്തവർണം സുരേശം പശുപതിസുതമീശം വിഘ്നരാജം നമാമി. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. നാരായണീയം ദശകം 17 ധ്രുവചരിതം. ഉത്താനപാത നൃപതേർമനുനന്ദനസ്യ ജായാ ബഭൂവ സുരിചേർനിതരാമഭീഷ്ട അന്യാസുനീതിരിതി ഭർത്തുരനാദർദാസ ത്വാമേവ നിത്യമഗതിഃ ശരണം യദാഭൂത്. മനുപുത്രനാം ഉത്താനപാദ നൃപനുണ്ടായി 2 ദാരങ്ങൾ, സുരുചി സുനീതിയും.
രാജാവിന്നു പ്രിയയായി വിളങ്ങി സുരുചി, അപ്രിയയായി സുനീതിയും കഴിച്ചു കാലം. ശരണാർത്ഥിയായവളപ്പോൾ സദാ ഭഗവത് സേവാ നിരത വ്യഗ്രയായി ഏകാഗ്രചിത്തം. അങ്കേപിതു സുരിചിപുത്രകമുത്തകം തം ദൃഷ്ട്വാ ധ്രുവ കില സുനീതി സുതോധിരോക്ഷ്യൻ ആജിക്ഷിപേ കില ശിശുഃ സുതരാം സുരുച്യാ ദുസ്സന്ധ്യജാ ഖലു ഭവദ്വിമുഖൈരസൂയാ. സുരുചീസുതനാമുത്തമൻ രാജാവിൻ മടിയിലിരുന്നു വിളയാടവേ, സുനീതിപുത്രൻ ധ്രുവനും മോഹിച്ചു പിതൃവാത്സല്യത്തിനായി. ആട്ടിയകറ്റി ധ്രുവനെയപ്പോൾ സുരുചി നിഷ്കരുണം ശകാരത്തോടെയും. കഷ്ടം ഭക്തിഹീനർക്കു ക്ലേശം ത്യജിക്കാൻ വെറുപ്പുമസൂയയും. ത്വന്മോഹിതേ പിതരി പശ്യതി ദാരവശ്യേ ദൂരം ദുരുക്തി നിഹതഃ സഗതോ നിജാംബാം സാപി സ്വകർമ്മഗതി സന്തരണായ പുംസാം ത്വത്പാദമേവ ശരണം ശിശവേ ശംസ. ധ്രുവനെ ക്രൂരമായി ഭർസിച്ചു സുരുചി, മായാവശകൻ നൃപൻ നോക്കി നിൽക്കവേ. ഓടിച്ചെന്നവൻ മാതാവിൻ സവിധത്തിൽ ഏറെ ഖിന്നനായി ചൊല്ലി സങ്കടം. ഭഗവത് ചരണങ്ങൾ മാത്രമേ നമുക്കുള്ളൂ ഏകാശ്രയം, സ്വകർമ്മഫലങ്ങളും സർവദുഃഖങ്ങളും തീർക്കാൻ. ഏവം മകനൽപമാശ്വാസമേകി മാതാ സുനീതി. ആകർണ്യസോऽപി ഭവദർച്ചന നിശ്ചിതാത്മാ മാനീ നിരത്യ നഗരാത് കില പഞ്ചവർഷഃ സംദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗ ത്വാമാരരാധ തപസാ മധുകാനനാന്തേ. മാതാവിൻ വാക്കുകൾ കേട്ടു ധ്രുവൻ 5 പിറന്നാൾ മാത്രമുണ്ടവൻ. കൊട്ടാരം വിട്ടിറങ്ങി സുദൃഢം ഭഗവത് ധ്യാന സപര്യക്കായവൻ. മാമുനി നാരദനെ കണ്ടു വഴിയിൽ മന്ത്രോപദേശവും കൈക്കൊണ്ടു നൂനം. കഠിനം തപം ചെയ്തവൻ മധുവനത്തിൽ ഏകനായി ഏകാഗ്രചിത്തനായി. താദേവി ഷണ്ണഹൃദയേന ഹരീം ഗതേന ശ്രീനാരദേന പരിസാന്തിത ചിത്തവൃത്തൗ ബാലസ്ത്വദർപ്പിത മനാഃ ക്രമവർദ്ധിതേന നിന്യേ കഠോര തപസാ കില പഞ്ചമാസാൻ. വിഷണ്ണഹൃദയനായി മേവി രാജാവുത്താനപാദനന്നേരം മാമുനി നാരദൻ വന്നരുളി താതന്നായി സാന്ത്വനവാക്കുകൾ. തുടർന്നു കഠിന തപം ധ്രുവൻ സർവസ്വവും സമർപ്പിച്ചവൻ. കഴിഞ്ഞു തപസ്സിൽ 5 മാസങ്ങൾ മധുവനത്തിലവന ചഞ്ചലം. താവത്തപോബല നിരുച്ഛ്വസിതേ ദിഗന്തേ ദേവാർത്ഥിതഃ ത്വമുദയത് കരുണാർദ്രചേതാഃ ത്വദ്രൂപഛിദ്രസ നിലീനമതേ പുരസ്താദ് ആവിർബഭൂവിധ വിഭോ ഗരുഡാധിരൂഢഃ. ധ്രുവന്റെ തപശക്തി പ്രഭാവത്താൽ നിലച്ചു ശ്വാസം പ്രാണികൾക്കെല്ലാം. പരന്നു മരണഭീതിയെല്ലാടവും. അപ്പോൾ ദേവകളങ്ങയെ പ്രാർത്ഥിച്ചു നൂനം. ശരണാഗതരായി കാത്തു നിൽക്കവേ
തപം ചെയ്യും ധ്രുവന്റെ മുന്നിൽ വന്നു ഭഗവാൻ ഗരുഡാരൂഢനായി. ത്വദ്ദർശന പ്രമദ ഭാരതരംഗിതം തം തൃഭ്യാം നിമഗ്നമിവ രൂപരസായനേ തേ തുഷ്ടൂഷമാണമവഗമ്യ കപോലദേശേ സംസ്പൃഷ്ടവാൻ അസി ദരേണ തഥാദരേണ. ഭഗവത് ദർശനത്തിൻ അമൃതരസായനത്തിലാണ്ടു മുങ്ങവേ സ്തബ്ധനായവൻ സ്തുതിക്കാൻ പോലുമാകാതെയപ്പോൾ ഭക്താഭീഷ്ടമറിഞ്ഞു ഭഗവാൻ അവന്റെ കവിളിൽ തൊട്ടു കരുണാർദ്രനായി തൻ ശബ്ദബ്രഹ്മാത്മക ശംഖിനാൽ. താവദ്വിബോധ വിമലം പ്രണുവന്ദമേനം ആഭാഷധാസ്ത്വമവഗമ്യ തദീയ ഭാവം രാജ്യം ചിരം സമനുഭൂയ ഭജസ്വ ഭൂയ സർവോത്തരം ധ്രുവപദം വിനിവൃത്തിഹീനം. ഭഗവത് ശംഖസ്പർശനത്താൽ മോഹമകന്നുണർന്നു ധ്രുവൻ വിജ്ഞനായി തീർന്നു നന്നായി സ്തുതിച്ചു ഭക്തിപ്രകർഷമോടെ. ഭഗവാനവന്നു നൽകി അഭീഷ്ടങ്ങളെല്ലാം അർത്ഥിക്കാതെ തന്നെ വാഴ്ക നീയേറെക്കാലം രാജാവായി സുഖിയായൊടുവിൽ പ്രാപിക്കും പരമം പദം ജനിമൃതി ആവർത്തി വീതം ചിരം. ഇത്യൂജിഷി ത്വയി ഗതേ നൃപനന്ദനോസൗ ആനന്ദിതാഖില ജനോ നഗരീമുപേത രേമേ ചിരം ഭവദനുഗ്രഹ പൂർണ്ണകാമ താതേ ഗതേ ച വനമാതൃതരാജ്യഭാരഃ. അനുഗ്രഹവചനങ്ങൾ നൽകിയേവം അപ്രത്യക്ഷനായി ഭഗവാൻ അനന്തരം തിരികെ എത്തി കൊട്ടാരത്തിൽ സർവാഭീഷ്ടസിദ്ധനായി ധ്രുവൻ. നന്ദിപ്പിച്ചു പ്രജകളെ മാതാക്കളെ പിതാവിനെയും ഉത്തമനെയും തഥാ. അവനേറ്റു രാജ്യഭാരം വാനപ്രസ്ഥനായ അച്ഛൻ കാടേറുമ്പോൾ. പിന്നെ സുഖിയായി വാണു രാജാവായി ധ്രുവനേറെ നാളങ്ങേ കൃപയൊന്നിനാൽ. യക്ഷേണ ദേവനിഹതേ പുനരുത്തമേസ്മിൻ യക്ഷൈസ യുദ്ധനിരതോ വിരതോ മനൂക്യ ശാന്ത്യാ പ്രസന്ന ഹൃദയാധനദാതുപേതാത് ത്വദ്ഭക്തിമേവ സുദൃഢാം അവൃണോന്മഹാത്മാ. യക്ഷന്മാരിൽ ഒരുവൻ രണത്തിൽ കൊന്നു സഹോദരനുത്തമാഖ്യനെ. എതിർത്തു ധ്രുവൻ യക്ഷരെ അതിക്രുദ്ധനായൊടുവിൽ ശാന്തനായി സ്വയംഭുവമനുവിൻ വാക്കിനാൽ. പിന്നെ യക്ഷപതി വൈശ്രവണൻ പ്രത്യക്ഷനായി ധ്രുവന്നു മുന്നിൽ ഭഗവത് ഭക്തി അചഞ്ചലം വേണം എന്നൊരു വരമേ വരിച്ചുള്ളൂ നൃപൻ. അന്തേ ഭവത്പുരുഷനീത വിമാനയാതോ മാത്രാ സമം ധ്രുവപദേ മുദിതോയമാസ്തേ. ഏവം സുഭൃത്യ ജനപാലനലോലധീസ്ത്വം വാതാലയാധിപനിരുന്ധി മമാമയൗഘാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ജീവാന്തകാലേ വിമാനത്തിലേറി ഭഗവത് പാർഷദന്മാരെത്തി ജപം. സാനന്ദമിന്നും ശോഭിപ്പൂവാനിൽ
മാതാവൊത്തു ധ്രുവപദേ ധ്രുവൻ. സോല്ലാസമേവമഭീഷ്ടസിദ്ധിയേകി ഭക്തപരിപാലനം ചെയ്യും വിഭോ. ഗുരുവായൂരപ്പ തീർത്താലുമൻ വ്യാധികൾ സമൂലം ക്ഷണത്തിൽ. ഗുരുവായൂരപ്പ തീർത്താലുമെൻ വ്യാധികൾ സമൂലം ക്ഷണത്തിൽ. ഹരി ഓം. ഒരിക്കൽ കൂടെ ചൊല്ലാമല്ലോ? സമയമുണ്ടല്ലോ. മലയാളം മലയാളം ചൊല്ലാം. അത് കഴിഞ്ഞ് ഞാൻ ഇത്തവണ മുതല് ഇംഗ്ലീഷിലും കൂടെ ഇതിന്റെ ഒരു പദ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഒരു പരീക്ഷിച്ചു നോക്കാം. ഇത് തുടരണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം അറിഞ്ഞിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട്. കൂടെ ഉള്ളതില് രവി ആയിരിക്കും അത് ഏറ്റവും കൂടുതൽ തുടരണമെന്ന് പറയുന്നത്. കുട്ടികൾക്ക് ഇത് മനസ്സിലാകണമെങ്കിൽ ഇതുകൊണ്ട് മാത്രം, നമ്മുടെ മലയാളം കൊണ്ട് മാത്രമായില്ല, അത് തമ്മിൽ കുടുങ്ങിപ്പോകും. തീർച്ചയായിട്ടും അത് ഇംഗ്ലീഷിൽ കൂടെ ചെയ്യണം. ഞാൻ വേറൊരു പുസ്തകമായിട്ട്, കാരണം ഇംഗ്ലീഷില് ട്രാൻസ്ലിറ്ററേഷൻ ചെയ്തിട്ട് അങ്ങനെ ചെയ്യണമെന്നുള്ള ആലോചനയുണ്ട്. ഞാൻ ചെയ്യാം അത്. അതായത് സംസ്കൃതവും ഇംഗ്ലീഷും മാത്രമായിട്ട്. അപ്പൊ മനുപുത്രനാമുത്താനപാദ നൃപനുണ്ടായി 2 താരങ്ങൾ. സുരുചി സുനീതിയും രാജാവിനു പ്രിയയായി വിളങ്ങി. സുരുചി അപ്രിയയായി സുനീതിയും കഴിച്ചുകാലം. ശരണാർത്ഥിയായവളപ്പോൾ സദാ ഭഗവൽ സേവാ നിരതവ്യഗ്രയായ ഏകാഗ്രചിത്തം. സുരുചി സുതനാമുത്തമൻ രാജാവിൻ മടിയിലിരുന്നു വിളയാടവേ. സുനീതിപുത്രൻ ധ്രുവനും മോഹിച്ചു പിതൃവാത്സല്യത്തിനായി. ആട്ടിയകറ്റി ധ്രുവനെ അപ്പോൾ സുരുചി നിഷ്കരുണം സകാരത്തോടെയും. കഷ്ടം ഭക്തിഹീനർക്കു ക്ലേശം ത്യജിക്കാൻ വെറുപ്പും അസൂയയും. ധ്രുവനെ ക്രൂരമായി ഭർസിച്ചു സുരുചി മായാവശകൻ. നൃപൻ നോക്കി നിൽക്കവേ ഓടിച്ചെന്നവൻ മാതാവിൻ സവിധത്തിൽ. ഏറെ ഖിന്നനായി ചൊല്ലി സങ്കടം. ഭഗവത് ചരണങ്ങൾ മാത്രമേ നമുക്കുള്ളൂ ഏകാശ്രയം. സ്വകർമ്മഫലങ്ങളും സർവദുഃഖങ്ങളും തീർക്കാൻ. ഏവം മകൻ അല്പമാശ്വാസമേകി മാതാ സുനീതി. മാതാവിൻ വാക്കുകൾ കേട്ടു സുവൻ 5 പിറന്നാൾ മാത്രമുണ്ടവൻ. കൊട്ടാരം വിട്ടിറങ്ങി സുദൃഢം ഭഗവത് ധ്യാന സബര്യക്കായവൻ. മാമുനി നാരദനെ കണ്ടു വഴിയിൽ. മന്ത്രോപദേശവും കൈക്കൊണ്ടു നൂനം. കഠിനം തപം ചെയ്തവൻ മധുവനത്തിലേകനായി ഏകാഗ്രചിത്തനായി. വിഷണ്ണ ഹൃദയനായി മേവി രാജാവുത്താനപാദൻ അന്നേരം. മാമുനി നാരദൻ വന്നരുളി താതന്നായി സാന്ത്വന വാക്കുകൾ. തുടർന്നു കഠിന തപം ധ്രുവൻ. സർവസ്വവും സമർപ്പിച്ചവൻ കഴിഞ്ഞു തപസ്സിൽ 5 മാസങ്ങൾ. മധുവനത്തിലവൻ അചഞ്ചലം. ധ്രുവന്റെ തപശക്തി പ്രഭാവത്താൽ നിലച്ചു ശ്വാസം പ്രാണികൾക്കെല്ലാം. പരന്നു മരണഭീതി എല്ലായിടവും. അപ്പോൾ ദേവകൾ അങ്ങയെ പ്രാർത്ഥിച്ചു നൂനം. ശരണാഗതരായി കാത്തു നിൽക്കവേ തപം ചെയ്യും ധ്രുവന്റെ മുന്നിൽ വന്നു ഭഗവാൻ ഗരുഡാരൂഢനായി. ഭഗവത് ദർശനത്തിൻ അമൃതരസായനത്തിലാണ്ടുമുങ്ങവേ സ്തബ്ധനായവൻ. സ്തുതിക്കാൻ പോലുമാകാതെയപ്പോൾ ഭക്താഭീഷ്ടമറിഞ്ഞു ഭഗവാൻ അവന്റെ കവിളിൽ തൊട്ടു കരുണാർദ്രനായി തൻ ശബ്ദബ്രഹ്മാത്മക ശംഖിനാൽ. ഭഗവത് ശംഖസ്പർശനത്താൽ മോഹമകന്നുണർന്നു ധ്രുവൻ. വിജ്ഞനായി തീർന്നു നന്നായി സ്തുതിച്ചു ഭക്തി പ്രഹർഷമോടെ. ഭഗവാൻ അവനു നൽകി അഭീഷ്ടങ്ങളെല്ലാം അർത്ഥിക്കാതെ തന്നെ. വാഴ്ക നീ ഏറെക്കാലം രാജാവായി. സുഖിയായൊടുവിൽ പ്രാപിക്കും പരമം പദം. ജനിമൃതിയാവർത്തി വീതം ചിരം. അനുഗ്രഹവചനങ്ങൾ നൽകിയേവം അപ്രത്യക്ഷനായി ഭഗവാൻ അനന്തരം. തിരികെ എത്തി കൊട്ടാരത്തിൽ സർവാഭീഷ്ടസിദ്ധനായി ധ്രുവൻ. നന്ദിപ്പിച്ചു പ്രജകളെ മാതാക്കളെ പിതാവിനെയും ഉത്തമനെയും തഥാ. അവനേറ്റു രാജ്യഭാരം വാനപ്രസ്ഥനായി അച്ഛൻ കാടേറുമ്പോൾ. പിന്നെ സുഖിയായി വാണു രാജാവായി ധ്രുവനേറെ നാളങ്ങേ കൃപയൊന്നിനാൽ.
യക്ഷന്മാരിൽ ഒരുവൻ രണത്തിൽ കൊന്നു സഹോദരൻ ഉത്തമാഖ്യനെ. എതിർത്തു ധ്രുവൻ യക്ഷരെ അതിക്രുദ്ധനായൊടുവിൽ ശാന്തനായി സ്വയംഭുവമനുവിൻ വാക്കിനാൽ. പിന്നെ യക്ഷപതി വൈശ്രവണൻ പ്രത്യക്ഷനായി ധ്രുവന്നു മുന്നിൽ ഭഗവത് ഭക്തി അചഞ്ചലം വേണമെന്നൊരു വരമേ വരിച്ചുള്ളൂ നൃപൻ. ജീവാന്തകാലേ വിമാനത്തിലേറി ഭഗവത് പാർഷദന്മാരെ തീരവം സാനന്ദബിന്ദും ശോഭിപ്പൂവാനിൽ മാതാവൊത്തു ധ്രുവപദേ ധ്രുവൻ. സോല്ലാസമേവമഭീഷ്ടസിദ്ധിയേകി ഭക്തപരിപാലനം ചെയ്യും വിഭോ. ഗുരുവായൂരപ്പാ തീർത്താലുമെൻ വ്യാധികൾ സമൂലം ക്ഷണത്തിൽ. ഇത് സാധാരണ ഒരു കഥ പോലെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അതിന് അധികം എക്സ്പ്ലനേഷന്റെ കാര്യമില്ല. ഇത് അങ്ങനെ തന്നെ പകർത്തി വെച്ചാൽ അത്രേ കാര്യമുള്ളൂ ഇതിനകത്ത്. പക്ഷെ ഒരു ഇതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ധ്രുവൻ രാജ്യഭാരം ഏറ്റു കഴിഞ്ഞിട്ട് അച്ഛനെ അമ്മയും നോക്കി, മാത്രമല്ല സഹോദരൻ ഉത്തമനെയും നോക്കി എന്ന് പറയുന്നുണ്ട്. കാരണം ഉത്തമനുമായിട്ടുള്ള ആ ഒരു വാശി ഇങ്ങനെ തുടർന്ന് പോയില്ല ആള്. അപ്പൊ ആ ഒരു ആണ് ഇതിനകത്ത് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ആ യുദ്ധം ചെയ്യാനായിട്ട് തന്നെ യക്ഷന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ തന്നെ ധനപതനെ എത്രമാത്രം അനുജനെ സ്നേഹിച്ചിരുന്നു. അനുജൻ കാരണമാണ് പക്ഷെ ഈ ഭഗവത് പ്രാപ്തി തന്നെ ഉണ്ടായത് ധ്രുവന്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ് ഈ ധ്രുവചരിതം എന്നുള്ളത്. എന്നിരുന്നാലും നമ്മള് നാരായണത്തിന്റെ ആ മുഴുവൻ ആസ്വാദ്യതയും നമ്മൾ ഈ മലയാളത്തിലൂടെ നമ്മൾ കേൾക്കുമ്പോഴാണ് അത് മുഴുവനും മനസ്സിലാകുന്നത്. ഒന്നും നമുക്കൊരു ശങ്കയില്ലാതെ തന്നെ, അതും ചില വരികളിലൊക്കെ അങ്ങനെ കവിത്വം വളരെയേറെ തുളുമ്പി നിൽക്കുന്നത് എനിക്ക് കാണാനായിട്ട്. ശബ്ദ ബ്രഹ്മാത്മക ശംഖിനാൽ എന്ന് വെച്ചാൽ ആ ശംഖിന്റെ ആ വിശേഷണം തന്നെ, ഭഗവാന്റെ ആ ശംഖിന്റെ അതൊന്ന് കവിളിൽ തൊട്ടപ്പോഴത്തേക്ക് ഇത് എല്ലാം വാത്സല്യപൂർവ്വം ഒരു ഉന്നതമായിട്ടുള്ള ഒരാള് കാവിളിൽ തട്ടുക എന്ന് അത് നമുക്ക് ശരിക്കും കാണാൻ പറ്റും, മുന്നിൽ കാണാൻ പറ്റും അത് എങ്ങനെയാണെന്നുള്ളത് അല്ലേ. മധുവനത്തിൽ ഏകനായി ഏകാഗ്രചിത്തനായി അവിടെ തന്നെ ആ നല്ല കവി വളരെയേറെ മനോഹരമായിരിക്കുന്നു. ഇംഗ്ലീഷൂടെ നമുക്ക് സമയമുണ്ടല്ലോ. ഇംഗ്ലീഷിൽ പെട്ടെന്നൊന്ന് വായിക്കാം. അത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പരീക്ഷണമായിട്ട് ചെയ്യുന്നതാണ്. King Uttanapada of Swayambhuva Manu's line had Suriji and Sunidhi his wife divine. Favored was Suriji in the king's affection, while Sunidhi faced his discontention. With no recourse, Sunidhi sought the Lord's grace and served at his lotus feet in humble embrace. Sunidhi's lad Dhruva spied Uttama, Suriji's child, upon the monarch's lap seated meek and mild. He sought to join the pair, his heart aglow, but Suriji's ire did quickly start to grow. In front of all she casts a scornful gaze, and with harsh words young Dhruva did she blaze. For those who lack devotion to the divine, jealousy and hatred stubbornly entwine. Beneath the king's gaze ensnared by your Maya's might, Suruji lashed Dhruva with words sharp and trite. In tears he sought solace by his mother's side. Sunidhi's counsel in the Lord's grace did reside. She whispered to the lotus feet of the divine dear, seek refuge, for therein lies salvation clear. Through karma's tumult, it is the path secure. In the embrace of the Lord, one's trials endure. Though Dhruva was just 5 years old, his pride wounded, his spirit bold. His mother's words pierced him deep. He left his home, no time to weep. On his journey a sage he met, Narada's wisdom his soul beset. To Madhuvana he made his way, to penance and devotion come what may. In the forest's embrace he found his peace, serving the Lord his soul's release. Contemplating thee day and night, Dhruva's quest for truth burning bright. The king's heart heavy with his son's vanishing, sage Narada's words of solace were cherishing. In Madhuvana, Dhruva resolute and clear, deepened his penance, his purpose sincere. 5 months he spent with unwavering devotion, in fervent tapas his soul's deep ocean.
Dhruva's penance intense and profound, all beings felt their breath was bound. Devas beseeched, their prayers did soar. You in mercy answered their implore. With utmost focus Dhruva did sit, on your divine form his mind knit. On Garuda you appeared, divine and bright, casting compassionate gaze, a comforting sight. Dhruva's heart with joy did swell, upon divine sight a heavenly spell. In bliss supreme he deeply drowned, yet words to sing he hardly found. No utterance came from his stand. The Lord, perceiving his silent plea, with Nada Brahma conch, touched him gently. When the conch graced Dhruva's touch, his mind's blemishes melted as such. Supreme wisdom then did he gain, and hymns of praise did he ordain. The Lord, discerning his inner plea, blessed Dhruva with the words of glee. O Dhruva, may joy be your throne, ruling the kingdom you are on to own. Into the abode eternal you will find your way, where birth cycle holds no sway. After Dhruva blessed, the Lord vanished. To the palace Dhruva returned, joy he brandished. By the Lord's grace, happiness he adorned. Ruling the kingdom, his subjects he adorned. When his father departed to the forest serene, Dhruva ascended the throne, his reign pristine. A noble king in happiness he thrived. In peace and joy his kingdom thrived. His brother Uttama slain by Yaksha's hand, Dhruva set on path of vengeance bold and grand. Against celestials he fought fierce and bright, till Swayambhuva Manu calmed his plight. Forgiving the Yaksha he chose peace, then Vaisravana, Yaksha chief, did cease. Offering boons, Dhruva chose with care, only devotion his soul to bear. Accepting Vaisravana's sacred boon, devotion unbroken from morn to noon. No wavering, no faltering his decree, to thee his devotion forever free. When Dhruva's life neared its end, your attendants brought an aircraft to ascend. He embarked on the journey, onward he soared, with his mother in Dhruva's path adored. O Lord Guruvayurappa, fervent and true, in devotees' welfare your seal shines through. I pray, end my ailments, relieve my pain, grant me solace in your divine domain. Harihi Om. Great. Very amazing. എന്താണ് ഉഷ പറഞ്ഞുകൊണ്ട് വളരെ നന്നായിരിക്കുന്നു. തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യണം. വളരെ വരും തലമുറയ്ക്ക് ഇത് ആവശ്യമാണ്. നാരായണ്യത്തെ പറ്റി അറിയണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളോട് കൂടി നാരായണ്യം ഇല്ലാതാകാൻ ഇടയാകരുത്. തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ. ഒരു സജഷൻ ഉണ്ട്. ഈ ചില വേർഡുകളെല്ലാം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പിള്ളേർക്ക് മനസ്സിലാകില്ല. തപസ്, അതുപോലെ വേറെ പല വേർഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് ചെറിയൊരു മാർക്ക് ഇട്ടിട്ട് താഴെ ഫുട് നോട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. പിന്നെ അതുപോലെ രണ്ടാമത്തെ ഒരു സജഷൻ, ഇപ്പൊ സുകുമാർജി മലയാളം വായിച്ചിട്ട് പറഞ്ഞല്ലോ, ഇതിനകത്ത് എന്താണ് ഇത് ദൈവദർശനം, ഈശ്വര ദർശനം, വിഷ്ണു ദർശനം കഴിഞ്ഞിട്ട് മനസ്സ് നന്നായി കഴിഞ്ഞിട്ട് പഴയ കാര്യങ്ങളൊന്നും വച്ചിരുന്നില്ല, വിദ്വേഷങ്ങളൊന്നും വച്ചിരുന്നില്ല. അതുപോലെ തന്നെ പിള്ളേർക്കാണല്ലോ അത് പറഞ്ഞു ഒരു ചെറിയ നോട്ട് പോലെ എഴുതാതില്. അതോ ഇനി വേറെ ആൾക്കാർക്ക് വേണ്ടി വിടാനാണോ പ്ലാൻ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നില്ല. ശരിക്കും നമ്മുടെ ഇതിൽ പറയുന്നില്ല, നാരായണീയത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നില്ല. ഉത്താനപാദനെയും മറ്റുള്ളവരെയും പരിപാലിച്ചു എന്നേ പറയുന്നുള്ളൂ, അത്രേ ഉള്ളൂ. അതേ ഉള്ളൂ, അത് മതി. അതാണല്ലോ അന്തരാർത്ഥം. അതെ അതെ അതെ, അന്തരാർത്ഥം അതാണ്. അത് പക്ഷേ ഈ ഇവിടെ വെസ്റ്റേൺ രീതിയിൽ വളർന്ന കുട്ടികൾക്ക് അന്തരാർത്ഥം മനസ്സിലാകില്ല. എന്തിനാണ് ഞങ്ങൾ ഈ കഥ പഴഞ്ചൻ കഥകൾ കേൾപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ഇതെല്ലാം അതിന്റെ എന്റെ ഒരു തോട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാനൊരു കാര്യം വായിച്ചിട്ടുണ്ട്. ഈ ധ്രുവൻ അമ്മയുടെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോ അമ്മ പറഞ്ഞു കൊടുക്കും, സുരുചിയോട് ഒരിക്കലും
ദേഷ്യവും വിദ്വേഷവും വരരുത് ഉണ്ടാകാൻ എന്ന്. പാടില്ല. അതെ, അതും നിന്റെ അമ്മ തന്നെയാണെന്ന് പറഞ്ഞു കൊടുക്കും. അല്ലേ? അതാണ് ജസ്റ്റ് ശരി. അങ്ങനത്തെ ആ. തോട്ടുകൾ ഉള്ളൂ ഞങ്ങൾക്ക്. ഉം. അത്രയും. അമ്മയുടെ ആ നൊബിലിറ്റി അതിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒട്ടും അതെ. വൈരം പോലും തോന്നാതിരിക്കാൻ. നല്ല അല്ല. ഐഡിയ ആണ് അത്. അതിൽ നിന്ന് എന്താണ് ലേൺ ചെയ്ത് എന്നുള്ളത് ഒരു ചെറിയ പാരഗ്രാഫ് ആയിട്ട് ബ്രാക്കറ്റ് കൊടുത്തു അവസാനം കഴിഞ്ഞാൽ അത് ചെയ്യാം. വളരെ വളരെ നന്നായിരിക്കും. ഉം. ശരി, അത് അതെ. ദേവചേട്ടൻ പറഞ്ഞത്. നമ്മുടെ അതിൽ സമയം പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ, മകന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നമുക്ക് ഭഗവാന്റെ ഭഗവൻ ചരണങ്ങൾ മാത്രമേ നമുക്കുള്ളൂ ഏകാശ്രയം. അത് സ്വകർമ്മഫലങ്ങളും സർവ്വ ദുഃഖങ്ങളും തീർക്കാൻ എന്ന് പറയുന്നുണ്ട്. സ്വകർമ്മഫലം എന്ന് പറയുമ്പോൾ രണ്ടും ഉണ്ട്, സദ്ഫലങ്ങളും ദുർഫലങ്ങളും ഉണ്ട്. രണ്ടും തീർത്താലേ രക്ഷയുള്ളൂ എന്ന്. അതാണ് സ്വർണം കൊണ്ടുണ്ടാക്കിയാലും ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയാലും ചങ്ങല തന്നെയാണല്ലോ. അതാണ്. അതെ. നമസ്കാരം.